ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ടച്ച് ഇൻറ്റീരിയേഴ്സ്. ടൗണിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് കാക്കനാട് പള്ളിക്കരയിലുള്ള ഒരു വില്ലയുടെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാൻ സോണി, ഇൻറ്റീരിയർ ഡിസൈനർ ആൻഡ് കൺസൾട്ടൻറ്റ്. ഈ വില്ലയുടെ ലിവിംഗ് റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒത്തിരി ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു ലിവിംഗ് റൂമാണിത്. ഇവിടെ ഒരു 3 സീറ്ററാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു സിംഗിൾ സീറ്റർ പ്ലസ് ഒരു ഡബിൾ സീറ്റർ ഉണ്ട്. ചെറിയൊരു ടീപ്പോയ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനുള്ള എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രീനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിനായി കാർപ്പറ്റും ചെറിയ ഡെക്കോർ ഐറ്റംസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പില്ലോസിലും ഒരു ഗ്രീൻ കളർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബ്രൗൺ ടച്ചിലുള്ള ഒരു കേർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹാങ്ങിങ് ലൈറ്റാണ് കൂടുതലായി കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്ന് നേരെ നമ്മൾ ഡൈനിങ് റൂമിലേക്കാണ് വരുന്നത്. ഇവിടെ ലിവിംഗ് ഡൈനിങ് സ്പേസ് ഫുള്ളായിട്ട് നമ്മൾ വുഡൻ കളറിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 8 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഈട്ടി കളർ ഡൈനിങ് ടേബിളാണിത്. അതിൽ നമ്മൾ കുഷ്യൻ കവറിങ് ആയിട്ടുള്ള സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മളൊരു ക്രോക്കറി ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പീച്ച് ഷെയ്ഡിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് റൂമിൻ്റെ ഡൈനിങ് സ്പേസ് ആണ് ഈ കോർണറിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനർ ടൈപ്പ് ഓഫ് വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ചേരുന്ന ടൈപ്പിൽ തന്നെ റോസ് ഗോൾഡ് ടൈപ്പുള്ള ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലൂവേഴ്സും ചാർക്കോൾ പാനലുമാണ് കൊടുത്തിരിക്കുന്നത്. PVC ലൂവേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മിററും അതിന് ചേരുന്ന ഒരു ലൈറ്റുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഗസ്റ്റ് ബെഡ്റൂമാണ്. അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം, ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇത് നമ്മളിവിടെ ഒരു ക്യൂൻ സൈസ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ 2 സൈഡ് ടേബിളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് റെസ്റ്റ് വാള് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് നമ്മൾ ചാർക്കോൾ പാനൽസ്, അതുപോലെ തന്നെ വാൾപേപ്പർ, വെയിൻസ്കോട്ട് പാനൽ ഇതെല്ലാം കൊടുത്ത് മനോഹരമായിട്ടുണ്ട്. നല്ലൊരു വാളാട്ടും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മിറർ യൂണിറ്റും അതോടുകൂടി തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസും അതുപോലെ സ്റ്റോറേജ്, ഓപ്പൺ സ്പേസ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ്. ലെങ്തി ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ലോഫ്റ്റ് ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിങ് സൈസ് കോട്ടാണ്. ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാൾപേപ്പർ, അതുപോലെ ലൂവേഴ്സ്, പാനൽസ് ഇതെല്ലാം കൊടുത്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 തരം വാൾപേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിലിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെയായിട്ടാണ് സ്റ്റോറേജും വരുന്നത്. ഈ ഒരു വാളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സെൻറ്ററിലും കൊടുത്തിരിക്കുന്ന ഒരു വാളാട്ട്, അതും ഈ ഒരു തീമിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാളിൽ തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലൈറ്റും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ കളർ തീമിന് മാച്ചാകുന്ന രീതിയിൽ തന്നെയാണ്
കേർട്ടൻസും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെറിയൊരു ബോർഡർ കൊടുത്താണ് കേർട്ടൻസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാം ഒരു കളർ തീമിലാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബെഡ്ഷീറ്റ് അടക്കം ആ ഒരു കളറിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വില്ലയുടെ ലിവിങ് ഡൈനിങ് റൂം കളർ തീമിന് ചേർന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇരുന്നൊക്കെ കഴിക്കാൻ കഴിക്കുന്ന ആ ഒരു തീമിന് വേണ്ടിയാണ്. അതിനായിട്ട് ഇവിടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചണിലേക്ക് വരുമ്പോൾ അതായത് ഒരു വുഡിൻ്റെ കളറിൽ 2 ഷെയ്ഡിലുള്ള ലാമിനേറ്റാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഇത്തിരി ഡാർക്ക് കളറ്, മേളിൽ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുഡ് ആൻഡ് ഹോബ് ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി സ്റ്റോറേജാണ് കൊടുത്തിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വില്ലയുടെ ഫസ്റ്റ് ഫ്ലോറിലാണിപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി വന്ന് ഒരു കോമൺ സ്പേസിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റ് ഷെയ്ഡ് കേർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും നമ്മളിങ്ങനെ ബോർഡർ വെച്ചാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഷാൻഡിയർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ താഴേന്ന് നോക്കിയാൽ തന്നെ ഇത് കാണാൻ പറ്റും. ഇവിടെ 2 ബെഡ്റൂമും ഒരു ചെറിയൊരു സ്പേസുമാണുള്ളത്. ഈ ഒരു സ്പേസ് നമ്മൾ TV റൂമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 ബെഡ്റൂമുമാണ് ഉള്ളത്. ഇവിടെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു പീച്ച് ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ലൈറ്റ് പീച്ച് വരുന്ന ചാർക്കോൾ പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 2 വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിൽ ഇത്തിരി ഒരു ഡാർക്ക് ഷെയ്ഡും ഒന്ന് ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഈ ഒരു സ്പേസിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വോളോട്ടൊക്കെ വെക്കുമ്പം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ടാണ് ഈ ഒരു സ്പേസിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും ഒന്ന് വേർതിരിക്കാനായിട്ട് നമ്മൾ വെയിൻസ്കോട്ട് പാനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റും കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭിത്തി. അതുപോലെ തന്നെ ഇവിടെ ക്യൂൺ സൈസ് ബെഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ ഒരു പീച്ച് തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഐവറി ഷെയ്ഡുള്ള കുഷ്യൻസാണ് ഹെഡ് റെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് വരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വാർഡ്രോബ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോഫ്റ്റ് ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി കേർട്ടൻസിലേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ഇവിടെയും ഐവറി പീച്ച് ഷെയ്ഡാണ് നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഏതൊരു റൂമും നമ്മൾ സെറ്റ് ചെയ്യുമ്പം ഒരു കളർ തീം അത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. ഈ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ റൂം സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ വുഡ് ഫിനിഷ് ഫർണിച്ചറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ വില്ലയുടെ മുകളിലത്തെ നിലയിലുള്ള ലാസ്റ്റ് ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ഒരു സ്പേസിലാണ് നമ്മൾ ഫുള്ളായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സാമാന്യം വലിയ ഒരു ബെഡ്റൂമാണ്. ഈ ഒരു സ്പേസിൽ നമ്മൾ കിങ് സൈസ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഒരു ഡാർക്ക് ബ്രൗൺ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കാരണം ഈ വോള് ഒന്ന് ലൈറ്റായിട്ടാണ് ലൈറ്റ് ഷെയ്ഡിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനോഹരമായ 2 ലൈറ്റാണ് 2 സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ലീഫിൻ്റെ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വാൾപേപ്പർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്പേസിൽ ലൈറ്റ് ഷെയ്ഡും ഇതിനുള്ളിൽ വരുന്നത് ഡാർക്ക് ഷെയ്ഡുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ അധികം ഡാർക്കല്ല, ഒരു ഗോൾഡൻ ഫിനിഷാണ് ഇവിടെ വരുന്നത്. ഇനി ഈ ഒരു തീമിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് കേർട്ടൻസും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 സൈഡ് ടേബിൾ 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റു റൂമുകളെ വെച്ച് നോക്കുമ്പം ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് കാരണം നമ്മൾ ഈ 2 സൈഡും നല്ല രീതിയിലാണ്
ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമാക്കിയിരിക്കുന്ന വാൾപേപ്പറും അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഫിറ്റിങ്സും കൊണ്ട്. ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 3 ഷെയ്ഡിൽ, അതായത് 3-in-1 ലൈറ്റാണ്. ഏത് മൂഡിലേക്കും, ഇത് വൈറ്റ് ലൈറ്റാണ്, ഇത് വാം, ഏത് മൂഡിലേക്കും ഈ റൂമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു 2 ലൈറ്റ് യൂസ് ചെയ്താൽ മതി. നമ്മൾ കയറി വരുമ്പോൾ തന്നെയായിരുന്നു ഈ ബെഡ്റൂമിൻ്റെ വാർഡ്രോബ്. അപ്പം നമ്മൾ ആ ഒരു സൈഡിലൊന്നും മിറർ കൊടുത്തില്ല. ഈ ഒരു സ്പേസിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു മിററാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റും. ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണിയും ഇവിടെയുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരുന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഈ 2 റൂമിനും അടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ TV സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതായത് സാധാരണ ലിവിങ്ങിലോ ഡൈനിങ്ങിലോ ബെഡ്റൂമിലോ ഒക്കെ TV കൊടുക്കുന്നതാണ്. ഇത് അതൊന്നുമില്ലാതെ നമ്മളൊരു പ്രൈവറ്റ് സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഇതൊന്നും ഉണ്ടാകാതെ TV കാണേണ്ടവർക്ക് ഇവിടെ റിലാക്സ് ചെയ്ത് TV കാണാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിങ്ങും അതുപോലെ ഒരു TV നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ക്യൂരിയോസൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ അയണിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമുക്ക് വേറെ എവിടെയും കുഴച്ചൊന്നും ഇടാതെ അയൺ ചെയ്യാനുള്ള അയണിങ് സെറ്റിങ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വോളും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കൊടുത്തിരിക്കുന്നത് ഈ റൂം. അപ്പം ടെക്സ്ചർ പെയിൻറ്റും ആ ഒരു ഡിസൈനിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. മനോഹരമായ ഒരു 4 BHK വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഈ വീടിൻ്റെ ഓണർ ദോഹ സ്വദേശിയാണ്. നമ്മളെ പൂർണ്ണമായും ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. മനോഹരമായ ഈ വീട് നമ്മൾക്ക് പൂർത്തിയാക്കാൻ പറ്റി. ഇതുപോലുള്ള മനോഹരമായ വീടുകൾ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? അതിനായി ഞങ്ങളെ സമീപിക്കുക. ഞങ്ങളെ സമീപിക്കേണ്ട നമ്പർ 9995429399. താങ്ക് യു.